രാവിലെ തന്നെ റെഡിയായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. നേരെ വന്നത് മഹാദേവ പന്തലിലോട്ടാണ് കേട്ടോ. രാമായണ മാസമായിട്ട് ഞാൻ അമ്പലത്തിലൊന്നും തൊഴാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ തൊഴാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ദേ ഇവിടെ കണ്ടില്ലേ, വലിയൊരു ആലൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ നേരെ ഉള്ളിൽ കയറി തൊഴുതു കേട്ടോ. ഉള്ളിൽ നിന്ന് നമ്മൾ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, പുറത്തുനിന്ന് കേട്ടോ വീഡിയോസൊക്കെ എടുക്കുന്നത്. വലിയ അമ്പലമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീലൊക്കെയാണ് കേട്ടോ. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ വരുന്നത് ശിവനാണ്, വേറെ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ നേരെ പോയത് ഇവിടുത്തെ അമ്പലക്കുളത്തിലോട്ടാണ് കേട്ടോ. എനിക്ക് ഇവിടുത്തെ അമ്പലക്കുളം ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രത്യേക ഫീലാട്ടോ. അങ്ങോട്ട് നടന്നു പോകുന്ന വഴിയാണെങ്കിലും ഒക്കെ ഒരു പഴയ കാലത്തൊരു ഫീലൊക്കെ കിട്ടും. പിന്നെ ഈ കുളം കാണുമ്പോൾ എനിക്ക് എപ്പോഴും നീലത്താമര മൂവിയിലൊരു കുളം ഉണ്ടല്ലോ, ആ കുളമാണ് ഓർമ്മ വരാറ്. ആ അമ്പലം ഇവിടെ പട്ടാമ്പിക്ക് അടുത്ത് തന്നെയാണ് കേട്ടോ. ഇവിടെ അടുത്ത് ആണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ പോകുന്നത് ഇനി മുളയങ്കാവിലോട്ടാണ് കേട്ടോ. മുളയങ്കാവ് നമ്മൾ തട്ടകമായിട്ട് വരും. അപ്പോൾ നമ്മളങ്ങനെ നേരെ മുളയങ്കാവിലോട്ട് പോയി. മുളയങ്കാവിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞായറാഴ്ചയായിരുന്നു, പിന്നെ രാമായണ മാസം കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. കുറേ നേരം ക്യൂ ഒക്കെ നിന്നിട്ടാണ് കേട്ടോ നമ്മൾ തൊഴുത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നേരെ പോവാം കേട്ടോ.